ഇന്ന് നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള നല്ല ബ്ലാക്ക് കളറായിട്ടുള്ള ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. വാ നമുക്ക് ഉണ്ടാക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഇതാ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. അതിലേക്ക് മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിലുള്ള ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം കൂടി അങ്ങ് ഒഴിച്ചിട്ട് നമുക്കൊരു 4-5 വിസിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ബീഫ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ അങ്ങിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് അതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും അതേപോലെ തന്നെ തേങ്ങാക്കൊത്തും കൂടി അങ്ങിട്ട് കൊടുക്കാം. ആ എണ്ണയിൽ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വന്ന് കളറ് മാറുന്ന സമയത്തേക്ക് അതിലേക്ക് നമുക്ക് പച്ചമുളകും കരിവേപ്പിലും അതേപോലെ തന്നെ കുറച്ച് ഉള്ളി ചതച്ചതും കൂടി അങ്ങിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുഞ്ഞുള്ളി ആട്ടോ വേണ്ടത്. എൻ്റെ കയ്യിൽ ഇച്ചിരി ഉണ്ടായതുകൊണ്ട് കുഞ്ഞുള്ളിയും വലിയ ഉള്ളിയും കൂടിയാണ് ഞാൻ ചതച്ചിട്ടുള്ളത്. അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി എന്താ സംഭവം, മൊത്തമായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഈ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട കുരുമുളക് പൊടിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. എരിവ് എത്രയാണോ വേണ്ടത് അത്രയും ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ഇട്ടതിനാലേ നമ്മുടെ ആ ഒരു ബ്ലാക്ക് കളറായിട്ടുള്ള ആ ഒരു ബീഫ് ഫ്രൈ ആയിട്ട് വരുള്ളൂ കേട്ടോ. അത് ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അതൊന്ന് കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ ഈ ഒരു കളറാവുന്ന സമയത്ത് വരെ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനിതാ നല്ല ചൂട് ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ തേങ്ങാക്കൊത്തിൻ്റെയും ആ പച്ച വെളിച്ചെണ്ണേൻ്റെ ഒക്കെ മണം കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ഫ്രൈ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും കാണാം.